എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കർഷകർക്ക് 40% മുതൽ 80% വരെ ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി കാർഷിക ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി എങ്ങനെ സമർപ്പിക്കാമെന്നാണ് ഇവിടെ നോക്കുന്നത്. വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പ്രോസസ്സിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ സ്കീമിന് സ്മാം എന്നാണ് അറിയപ്പെടുന്നത്. സ്മാം എന്നാൽ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്നാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ ഈ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് മുകളിലായിട്ട് സിറ്റിസൺ കോർണർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ നോ മാനുഫാക്ചർ ആൻഡ് ഡീലേഴ്സ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് ഏതൊക്കെ ഉപകരണങ്ങൾ ലഭിക്കുമെന്നും അതിൻ്റെ മാനുഫാക്ചർ ആരാണെന്നും ഒക്കെ അറിയുവാൻ സാധിക്കും. സ്റ്റേറ്റും നിങ്ങളുടെ ജില്ലയും തിരഞ്ഞെടുത്ത് സെർച്ച് കൊടുത്ത് ഇങ്ങനെ അറിയുവാൻ സാധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഉപകരണങ്ങൾ ഞാനിവിടെ കാണിക്കാം. പുല്ലുവെട്ട് യന്ത്രം, ബ്രഷ് കട്ടർ എന്നാണ് ഇതിന് പറയുന്നത്. ബ്രഷ് കട്ടർ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെ ചെയിൻസോ എന്നറിയപ്പെടുന്ന തടി മുറിക്കുന്ന യന്ത്രം, വുഡ് കട്ടർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡ്രോൺ വരെയുള്ള ഉപകരണങ്ങൾ നമുക്ക് ലഭ്യമാകും. അതുകൂടാതെ പവർ ട്രില്ലർ, മിനി പവർ ടില്ലർ, നില ഉഴുവാനൊക്കെ ഉപയോഗിക്കുന്ന യന്ത്രമാണിത്. ഇങ്ങനെ വിവിധതരം യന്ത്രങ്ങൾ നമുക്ക് ഇതുവഴി വില കുറച്ച് സബ്സിഡി നിരക്കിൽ വാങ്ങിക്കുവാൻ സാധിക്കും. പ്രധാനപ്പെട്ടവ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ നൂറുകണക്കിന് ഉപകരണങ്ങൾ നമുക്ക് സബ്സിഡി നിരക്കിൽ വാങ്ങിക്കുവാൻ സാധിക്കും. ഇവയിൽ പ്രധാനപ്പെട്ടവയുടെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുവഴി പ്രവേശിച്ച് നിങ്ങൾക്ക് ഇവയുടെ വില ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ അറിയുവാനും സാധിക്കും. ഇവ കൂടാതെ ഹെവി മെഷീനറികളും വാങ്ങിക്കുവാൻ സാധിക്കും. സബ്സിഡി വരുന്നത് പുരുഷന്മാരായ അപേക്ഷകർക്ക് 40%, സ്ത്രീകൾക്ക് 50%, സൊസൈറ്റികൾക്ക് 80% വരെ തുടങ്ങിയ നിരക്കിലാണ്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഇൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും കേരളത്തിൽ ഇപ്പോൾ ഓപ്പൺ ആണ് ആപ്ലിക്കേഷൻ. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 3 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഓരോ സമയത്തും ഇപ്പോഴത്തെ സമയമാണിത് കാണിച്ചത്. വ്യത്യസ്ത സമയങ്ങളിലായി നിങ്ങൾക്ക് തുറന്നു നോക്കുമ്പോൾ മറ്റൊരവസരത്തിൽ വ്യത്യസ്തമായ ഡേറ്റും ആയിരിക്കും കാണിക്കുക. ഇപ്പോഴത്തെ ഡേറ്റ് ഇവിടെ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഡേറ്റ് ആയിരിക്കത്തില്ല, മറ്റൊരു ഡേറ്റ് ആണെങ്കിൽ അതനുസരിച്ച് അപേക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ലോട്ടറിയെക്കുറിച്ചും ഡേറ്റും പറയുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന വ്യത്യാസം അതാണ്. അത് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പോപ്പപ്പ് വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് നമുക്കിവിടെ സബ്സിഡി കാൽക്കുലേറ്റർ എന്ന് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ വിശദമായി പറഞ്ഞിരുന്നതാണ്, എങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് സ്കീം എന്നുള്ളത് സ്മാം എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ജെൻഡർ കൊടുത്ത് ഫാർമർ കാറ്റഗറി ജനറൽ OBC ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്ത് ഫാർമർ ടൈപ്പ് സ്മോൾ കൊടുക്കാം, അതല്ലെങ്കിൽ മാർജിനൽ ലാൻഡ് കൊടുക്കാം. ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ഇംപ്ലിമെൻറ്റ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഏത് ഉപകരണമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് അവിടെ കൊടുത്ത് ഇതിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്ത് ഷോ കൊടുത്ത് വില കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ഡീലറേയും കണ്ടെത്താം. നേരത്തെ അത് പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് മുകളിൽ രജിസ്ട്രേഷൻ എന്ന് കാണാം. അതിന് താഴെയായിട്ട് ഫാർമർ എന്ന് കാണാം. ആ ഫാർമറിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരും. നിർദ്ദേശങ്ങളാണ്. താഴെ വന്ന് ക്ലോസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് നമുക്ക് ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, നെയിം ആസ് പെർ ആധാർ കാർഡ്, ഈ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആധാറിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്യുന്നതാണ് സൗകര്യപ്രദം. അതിനുശേഷം സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. തുടർന്ന് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കർഷകൻ്റെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. താഴേക്ക് അപ്പോൾ ഫില്ല് ചെയ്യാനുള്ള കോളംസ് ഒക്കെ വരും. തുടർന്ന് നിങ്ങൾ സ്റ്റേറ്റ് ഒരിക്കൽ കൂടി കേരള തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം ജില്ല തിരഞ്ഞെടുക്കുക. അതിനുശേഷം സബ് ഡിസ്ട്രിക്റ്റ്, താലൂക്കും സബ് ഡിസ്ട്രിക്റ്റും രണ്ടും ഒന്നായിരിക്കും മിക്കയിടത്തും. അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലെങ്കിൽ നോട്ട് അവൈലബിളിൽ പ്രസ് ചെയ്ത് നമുക്ക് വില്ലേജ് കണ്ടെത്തുവാൻ സാധിക്കും. തുടർന്ന് ഫാർമറുടെ പേരാണ് കൊടുക്കേണ്ടുന്നത്. ആധാറിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ കൊടുക്കുക. തുടർന്ന് ജെൻഡർ കൊടുത്ത ശേഷം മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിലേക്കാണ് അവസാനം നമുക്ക് OTP കൊടുക്കേണ്ടതുകൊണ്ട് ഇതിലേക്കാണ് OTP വരുന്നത്. കൃത്യമായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കണം. അതിനുശേഷം അപേക്ഷകൻ്റെ ഹസ്ബൻഡിൻ്റെയോ ഫാദറിൻ്റെയോ പേര് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ആധാറിലുള്ളതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് കാറ്റഗറി OBC, SC, ST, ജനറൽ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. സെലക്ട് ഫാർമർ ടൈപ്പ് എന്നുള്ളത് സ്മോൾ കൊടുക്കാവുന്നതാണ്.
1 ഹെക്ടറിനും 2 ഹെക്ടറിനും ഇടയിലുള്ളതാണ് സ്മോൾ എന്ന് പറയുന്നത്. മാർജിനൽ ആണെന്നുണ്ടെങ്കിൽ 1 ഹെക്ടറിൽ താഴെയുള്ളതാണ് മാർജിനൽ എന്ന് പറയുന്നത്. ലാർജും ഉണ്ട്. തുടർന്ന് ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ പിൻ കോഡ് കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുശേഷം അഡ്രസ്സാണ്, ആധാറിലുള്ള അഡ്രസ്സ് അതേപോലെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് താഴെ പാൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ വലിയ മെഷീനറിയൊക്കെ എടുക്കുന്നവർക്ക് പാൻ നമ്പർ കൊടുത്താൽ മതി. ചെറിയ 50,000 താഴെയുള്ള മെഷീനറിയൊക്കെ ആണെങ്കിൽ പാൻ നമ്പർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. തുടർന്ന് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ലഭിക്കും. ഇവിടെ നമ്മൾ കൊടുത്ത ആധാർ പരിശോധിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് രജിസ്റ്റർ വിത്ത് കൺസെൻറ്റും കൊടുക്കാം, വിത്തൗട്ട് കൺസെൻറ്റും കൊടുക്കാം. ഞാനിവിടെ രജിസ്റ്റർ വിത്ത് കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഒരു യൂസർ ID ലഭിക്കുകയുണ്ടായി. അതുപോലെ പാസ്വേഡ് നമ്മളുടെ അപേക്ഷകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് പാസ്വേഡായിട്ട് ഉപയോഗിക്കേണ്ടുന്നത്. ഡേ, മന്ത്, ഇയർ ക്രമത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു യൂസർ ID നമുക്ക് മറ്റെവിടെ നിന്നും ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്ക് മെയിലിലോ SMS ആയിട്ടോ ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല. ഈ പോപ്പപ്പ് വിൻഡോയിൽ തന്നെ നമുക്ക് ക്ലിക്ക് ഹിയർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നമുക്ക് അവിടെ കുറേ ലിങ്കുകളുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫാർമറാണ്. ആ ഫാർമറിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് ആദ്യം യൂസർ ID ആണ് ലോഗിൻ ചെയ്യണം. ഹോം പേജിൽ നിന്നും അല്ലാതെയും ലോഗിൻ ചെയ്യുക, അത് പിന്നീട് നമ്മൾ കാണിക്കുന്നുണ്ട്. ആദ്യം ഇവിടെ യൂസർ ID, നേരത്തെ ലഭിച്ച യൂസർ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് അപേക്ഷകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേ, മന്ത്, ഇയർ ക്രമത്തിൽ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ കൊടുക്കുകയാണ് വേണ്ടുന്നത്. തൊട്ട് താഴെ ഫോർഗോട്ട് പാസ്വേഡും ഫോർഗോട്ട് യൂസർ ID യും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് ആ ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. തുടർന്ന് നിർദ്ദേശങ്ങളടങ്ങിയ പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. വായിച്ചു നോക്കി ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതാണ് ആപ്ലിക്കൻ്റ് ഹോം പേജ് ഡാഷ്ബോർഡ്. ഇവിടെ തന്നെ നമുക്ക് നേരത്തെ കൊടുത്ത വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. തുടർന്ന് നമുക്കിവിടെ ഇടത് സൈഡിൽ ബേസിക് ഡീറ്റെയിൽസ്, ഫാർമർ ബേസിക് ഡീറ്റെയിൽസ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ താഴേക്ക് കുറേ ലിങ്കുകൾ വരും. അവിടെ നിന്നും നമുക്ക് ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ മുകളിൽ നമ്മൾ ബാങ്ക് ആദ്യം സെലക്ട് ചെയ്യണം. ഇവിടെ ഇന്ത്യയിലുള്ള ഏതാണ്ട് ഒട്ടുമിക്ക ബാങ്കുകളുമുണ്ട്. ഇതിൽ നിന്നും നിങ്ങളുടെ ബാങ്ക് തിരഞ്ഞെടുക്കണം. SBI ആണെങ്കിൽ ഏറ്റവും താഴെ ആണ് വരുന്നത്. അതനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക, സമയമെടുത്ത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത് അതിനുശേഷം ബ്രാഞ്ച് കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ വരുന്നതാണ്. IFSC കോഡ് ഉൾപ്പെടെ അഡ്രസ്സും ബാങ്ക് അഡ്രസ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വരും. തുടർന്ന് അപേക്ഷകൻ്റെ അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം ഇൻ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിലെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. ആധാറിലെ പേര് തന്നെയായിരിക്കും ബാങ്ക് അക്കൗണ്ടിലും കൊടുത്തിട്ടുണ്ടാവുക. തുടർന്ന് ആ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലുള്ള ഫയൽ സൈസാക്കി, സൈസ് പറഞ്ഞിട്ടില്ല 100 KB താഴെയുള്ളത് ആണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. പക്ഷേ ഇവിടെ സബ്മിറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ശരിയായിട്ട് അങ്ങോട്ട് പോയില്ല. കാരണം ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്തതുകൊണ്ടാണ്. നമ്മൾ പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്ത് വരണം. അതെങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് സൈറ്റിൽ വന്നതിന് ശേഷം പോപ്പപ്പ് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലത് സൈഡിനായിട്ട് സൈൻ ഇൻ എന്ന് കാണാം. ആ സൈൻ ഇനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ ഫാർമറിൽ പ്രസ് ചെയ്ത് വന്ന് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഇതിൽ തിരക്കുകൾ വരുന്നത്. ഞാൻ വീണ്ടും ലോഗിൻ ചെയ്ത് നേരത്തെ ചെയ്തതുപോലുള്ള പ്രോസസ്സ് ചെയ്ത് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അത് റോ ചെയ്ത് വരുന്നതും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വരുന്നതും കാണാം. അടുത്തത് ലാൻഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇടത് സൈഡിൽ ആഡ് ലാൻഡ് ഡീറ്റെയിൽസ് എന്നുണ്ടാകും. ആഡ് ലാൻഡ് ഡീറ്റെയിൽസ് പ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആഡ് ലാൻഡ് ലൊക്കേഷൻ ഇൻ ഡീഫോൾട്ട് അഡ്രസ് ലൊക്കേഷൻ എന്ന് കാണാം. അവിടെ നേർക്കുള്ള ആഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്തു പോയാൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള വിവരങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാം. ജില്ലയും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സബ് ഡിസ്ട്രിക്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം വില്ലേജ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഇവിടെ വില്ലേജ് ഞാൻ നോക്കിയപ്പോൾ വില്ലേജ് കാണുന്നില്ല. അവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വില്ലേജ് നോട്ട് അവൈലബിൾ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് അത് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വില്ലേജ് കമ്പൽസറി ആയിട്ട് കാണുന്നില്ല. സ്റ്റാർ മാർക്ക് ഉള്ളതൊക്കെയാണ് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടുന്നത്. തുടർന്ന് കഥ നമ്പർ
ഖത്ത നമ്പർ എന്ന് കാണാം. അത് തണ്ടപ്പേർ നമ്പറാണ്. നമ്മൾ കരമുടക്ക് രസീതിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ തണ്ടപ്പേർ നമ്പർ ഉണ്ടാകും. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കസ്ര നമ്പർ എന്ന് പറഞ്ഞാൽ സർവേ നമ്പറാണ്. സർവേ നമ്പറിന് സബ് നമ്പർ ഉണ്ടെങ്കിൽ സ്ലാഷ് ഇട്ട് സബ് നമ്പറും കൂടി കൊടുക്കണം. തണ്ടപ്പേർ നമ്പരും സർവേ നമ്പരും കരമുടക്ക് രസീതിലുണ്ടാകും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് മുകളിലുണ്ട്. അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ അതും കൊടുക്കാം. അതിനുശേഷം ഏരിയ കൊടുക്കേണ്ടുന്നത് അതും ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഏരിയ തിരിച്ച് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഏരിയയ്ക്ക് സ്റ്റാർ മാർക്ക് ഇല്ലെങ്കിലും നിർബന്ധമായും കൊടുക്കണം, എങ്കിലേ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകൂ. അതിനുശേഷം നമുക്ക് ലാൻഡ് ടാക്സ് റെസിപ്റ്റിൻ്റെ ഈ വർഷത്തെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ലാൻഡ് ടാക്സ് അടച്ച റെസിപ്റ്റ് PDF ആക്കി നേരത്തെ ചെയ്തതുപോലെ 100 KB താഴെയുള്ള ഫയലാക്കി PDF JPG ആകാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് സബ്മിറ്റ് ലാൻഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ലാൻഡ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇടത് സൈഡിൽ ആഡ് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് എന്നുണ്ടാകും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ 100 KB താഴെയുള്ള ഫയൽ സൈസ് ആയിരിക്കണം. ഫോട്ടോ JPG ആയിരിക്കണം. ഫാർമറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പാൻ കാർഡ് 50,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഉള്ള വലിയ പർച്ചേസ് നടത്തുന്നവർക്ക് മാത്രം മതി, അല്ലാത്തവർ വേണ്ട. ആധാറിൻ്റെ ഇരുപുറങ്ങളും ഒറ്റ പേജിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID നിർബന്ധമല്ല. ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട SC/ST തുടങ്ങിയവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ ഫാർമർ ടൈപ്പ്, സ്മാൾ, മാർജിനൽ, ലാർജ് തുടങ്ങിയവ ആയിട്ട് ബന്ധപ്പെട്ട ആവശ്യമുള്ളവർ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനതൊന്നും ഇവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. ഫയൽ JPG വേണോ PDF വേണോ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇവയെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ വന്ന് അപ്ലോഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തൊട്ട് താഴെ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് വരുന്നതും നമുക്ക് കാണാം. തുടർന്ന് നമ്മൾ ആനുകൂല്യത്തിന് അപേക്ഷിക്കുന്നതിനായി നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ആപ്ലിക്കേഷൻ ആഡ് വ്യൂ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ ആപ്ലിക്കേഷൻ ഫോർ സിംഗിൾ ഇംപ്ലിമെൻറ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ആപ്ലിക്കബിൾ അല്ല. പകരം നമ്മൾ ചെയ്യേണ്ടുന്നത് താഴെയായി ലോട്ടറി എന്ന് കാണാം. ആ ലോട്ടറിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആപ്ലിക്കേഷൻ എന്ന് വരും. ആ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലോട്ടറി സ്കീം ID എന്നുള്ളിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്കീം ID വരും. അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ അപ്പോൾ ഡീറ്റെയിൽസ് കാണിച്ചിരിക്കുന്നത് കാണാം. വിൻഡോ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 3 വരെയാണ്, 2026 വരെയാണ്, 3 വരെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇനി വരും കാലങ്ങളിൽ ഈ ഡേറ്റുകൾ മാറി വരും. അതുപോലെ ലോട്ടറി ഡേറ്റ് 4 ഓഗസ്റ്റ് 2026 12 മണിക്കാണ്. അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് 3-ാം തീയതി വരെ അപേക്ഷിച്ചവരുടെ എല്ലാം അപേക്ഷകൾ ലോട്ടിനിട്ട് അത് നറുക്കെടുത്ത് അതിൽ നിന്ന് വിജയികളാകുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഫസ്റ്റ് അപേക്ഷിക്കുന്നവർക്ക് ആദ്യം തന്നെ ലഭിക്കത്തക്ക രീതിയിലായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. വരും കാലങ്ങളിൽ ഈ ഡേറ്റിനും ലോട്ടറി ഡേറ്റിനും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, അത് ഓർത്തിരിക്കുക. അടുത്തത് ലാൻഡ് ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ കൊടുത്തതിനെ അടിസ്ഥാനമാക്കി അവിടെ ഓട്ടോമാറ്റിക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. ഇത് കൃഷിഭവനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഓരോ ജില്ലയിലുമുള്ള അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ടാണ് ഇതിന് ബന്ധം. അവരാണിത് കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അടുത്തതായിട്ട് ഇംപ്ലിമെൻ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാർഷിക ഉപകരണമാണ് ആവശ്യമുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രഷ് കട്ടർ, അതേപോലെ വുഡ് കട്ടർ ഏതാണോ ആവശ്യമുള്ളത് അതേപോലെ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മിനി പവർ ടില്ലറാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുക ആണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും OTP വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇമെയിൽ നമ്മൾ കൊടുത്തില്ലെങ്കിലും ഇമെയിലിലേക്ക് OTP വരുന്നില്ല. ഞാനത് ചെക്ക് ചെയ്തു. മൊബൈലിനെ ആശ്രയിക്കുക മാത്രമാണ് ഏക മാർഗം. പക്ഷേ സൈറ്റിലെ തിരക്കുകൊണ്ട് പലപ്പോഴും കൃത്യമായിട്ട് OTP വരാറില്ല. അതുകൊണ്ട് വീണ്ടും രാവിലെ 10 മണിയോടുകൂടിയൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. ആദ്യം കാണിച്ചതുപോലെ വീണ്ടും ലോഗിൻ ചെയ്ത് താഴെ വന്ന് ലോട്ടറി എടുത്ത് ആപ്ലിക്കേഷൻ എടുത്ത് നേരത്തെ ചെയ്തതുപോലെ ചെയ്തു വന്നാൽ മതി. ഞാനിവിടെ പിറ്റേ ദിവസമാണ് എനിക്ക് ലഭിക്കുകയുണ്ടായത്. ഇവിടെ എനിക്ക് OTP ഇപ്പോൾ ലഭിച്ചു. അതിനുശേഷം വെരിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതുമാണ്. താഴെ അത് ലിസ്റ്റ് ചെയ്ത് വരുന്നതും നമുക്ക് കാണാം. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഫോർ ലോട്ടറി എന്ന് കാണിച്ചിട്ടുണ്ട്. ലോട്ടറി ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വന്ന് നമ്മൾ ആഡ് വ്യൂ ആപ്ലിക്കേഷൻ എടുത്ത് ആപ്ലിക്കേഷൻ ഫോർ സിംഗിൾ ഇംപ്ലിമെൻറ്റ് എന്നതിലെടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അപ്രൂവ്ഡ് ആപ്ലിക്കേഷനും അതേപോലെ റിജക്റ്റഡും ഒക്കെ ആയിട്ടുള്ള ലിസ്റ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.